എല്ലാവർക്കും നമസ്കാരം. വി.എസ്. അച്യുതാനന്ദൻ വിട പറയുന്ന വേളയിലാണ് നമ്മൾ. എല്ലാ വാർത്തയുടെയും കമന്റ് ബോക്സിൽ ഒരു കൃത്യമായി എല്ലാവരും എഴുതുന്ന ഒരു പദപ്രയോഗമുണ്ട്. വി.എസ്. ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളത്. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് വി.എസ്. അച്യുതാനന്ദനെങ്കിൽ ഇന്നത്തെ ജനാധിപത്യ ഇന്ത്യയിൽ അദ്ദേഹത്തിന് എന്ത് സ്ഥാനവും ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരല്പം കറയൊക്കെയുള്ള കമ്മ്യൂണിസം എന്ന് പറയുന്ന അടിസ്ഥാന ആശയത്തെ പൂർണ്ണമായും ഒന്നും പുൽകാത്ത ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. ജനകീയനാണ് അദ്ദേഹം. പൂർണ്ണമായും അർത്ഥത്തിൽ ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. പക്ഷേ കറകളഞ്ഞ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസം കൂടിയാണ്. അങ്ങനെ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല വി.എസ്. അച്യുതാനന്ദൻ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് വി.എസ്. അച്യുതാനന്ദൻ എന്ന പദപ്രയോഗത്തോട് പൂർണ്ണമായും ഞാൻ എതിർക്കുന്നു. ഒരാൾ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആവുക എന്നാൽ അയാൾ മാവോയെ പോലെയോ ചെഗുവേരയെ പോലെയോ സ്റ്റാലിനെ പോലെയോ ലെനിനെ പോലെയോ മാർക്സിനെ പോലെയോ ഒക്കെ ആകണം. അതായത് വർഗ ആധിപത്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന, ജനാധിപത്യത്തിന് എതിരായി നിൽക്കുന്ന, പാർട്ടിയുടെ ആധിപത്യത്തിൽ മാത്രം ഒരു രാജ്യത്തിൻ്റെ അധികാരം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന, എതിർ ശബ്ദങ്ങളെയോ എതിർ പാർട്ടികളെയോ അംഗീകരിക്കാത്ത രീതിയിലുള്ള വർഗ സമര, വർഗ ആധിപത്യ സിദ്ധാന്തത്തിൽ വിശ്വസിക്കണം. വി.എസ്. അച്യുതാനന്ദൻ അങ്ങനെ ഒരാളായിരുന്നില്ല. നമുക്കറിയാം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ കയറുന്നത് തന്നെ അടിസ്ഥാനപരമായ വിപ്ലവ സമരങ്ങളുടെ ഭാഗമായി എന്നുമല്ല. ലോകത്തിൽ നിലവിലുള്ളതിൽ ഏറ്റവും മനോഹരമായി നമ്മൾ പിന്തുണയ്ക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്ന ഭരണപ്രക്രിയയിലൂടെയാണ്. ജനാധിപത്യ ഭരണപ്രക്രിയയിലൂടെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു കേരളത്തിലേത്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുമ്പോൾ തന്നെ അത് കമ്മ്യൂണിസം എന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഒന്ന് മയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരൊക്കെ എഴുതിയിട്ടുള്ള ലോകചരിത്രമല്ലാതെ ലോകചരിത്രത്തെ മറ്റൊരു രീതിയിൽ ഒന്ന് വായിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് മാറി നിന്ന് നിഷ്പക്ഷമായൊരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് കൂട്ടക്കൊലകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നരഹത്യകൾ ധാരാളമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തങ്ങളെ എതിർത്ത ആളുകളെ വംശീയ ഉന്മൂലനം നടത്തുക, അതാണ് കമ്മ്യൂണിസ്റ്റുകാർ അടിസ്ഥാനപരമായി മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം. നിങ്ങളൊന്ന് ചരിത്രം പരിശോധിച്ചാൽ ലോകം രക്ഷപ്പെട്ടത് തന്നെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചിന്താരീതികൾ മാറ്റിവെച്ചുകൊണ്ട് ക്യാപിറ്റലിസത്തെ സ്വീകരിച്ചതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യനെ തൊഴിലാളി, മുതലാളി എന്നീ രണ്ട് വർഗങ്ങളായി മാത്രം തരംതിരിച്ചു കാണുന്ന, ഒരു തരത്തിലും പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത കാലപ്പഴക്കമേറിയ ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം. ഇത്തരത്തിൽ മനുഷ്യനെ രണ്ട് വർഗങ്ങളായി മാത്രം കാണുന്ന അങ്ങനെയൊരു വർഗ നേതാവായിരുന്നോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാകും കേരളത്തിൽ നടക്കുന്നത് കമ്മ്യൂണിസമാണോ എന്നറിയാൻ. എല്ലാ തരത്തിലുള്ള ഉൽപാദന വിതരണ വ്യവസ്ഥകളും സർക്കാരിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സാമ്പത്തിക പ്രക്രിയയാണ് സോഷ്യലിസം എന്ന് പറയുക. ആ സാമ്പത്തിക വ്യവസ്ഥിതിയാണോ കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ സർക്കാരിന് മോണോപോളിയായി, കുത്തകയായി KSRTCയും നമ്മുടെ വൈദ്യുതി വകുപ്പുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ നാട്ടിൽ സ്വകാര്യമായി ഒരു പെട്ടിക്കട ഇട്ടെങ്കിലും ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസം ഈ നാട്ടിൽ ഈ കറയോടുകൂടി നിൽക്കുന്നതുകൊണ്ടാണെന്ന് പറയേണ്ടി വരും. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ സംസ്ഥാന സമ്മേളനമൊക്കെ വരുമ്പോൾ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിക്കാറുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ നാട്ടിലെ കമ്മ്യൂണിസം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. എതിർക്കുന്ന ആളുകളെ കൊന്നു തള്ളുക, ഇവർ പറയുന്ന രീതിയിൽ മാത്രം പ്രവർത്തിക്കുക, പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക, അതിഭീകരമായ ദാരിദ്ര്യത്തിലൂടെയും അതിഭീകരമായ പട്ടിണിയിലൂടെയും കടന്നുപോയ ചരിത്രമുണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ മാത്രം ഭക്ഷണം ഉണ്ടാക്കുക. ഏറ്റവും അടിസ്ഥാനപരമായ കമ്മ്യൂണിസം എന്ന് പറയുന്നത് കറൻസി ഇല്ലാത്ത ഒരു സ്വർഗം കാണലാണ്. അതായത് ആളുകൾ തമ്മിൽ പണമിടപാടുകളൊന്നുമില്ലാതെ സേവനം എന്ന് പറയുന്നത് പൂർണ്ണമായും ഫ്രീ ആയി ലഭ്യമാക്കേണ്ടുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒന്നാണോ ഈ നാട്ടിൽ നടന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു മുതലാളിയുടെ കീഴിൽ, ഒരു ക്യാപിറ്റലുള്ള ഒരു മുതലാളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് പോലും ചൂഷണമാണെന്ന് വിചാരിക്കുന്ന അടിസ്ഥാന ആശയമാണ് കമ്മ്യൂണിസം. അങ്ങനെ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെട്ടിക്കട ഉണ്ടെങ്കിൽ പോലും അയാൾ ഒരു ബൂർഷ്വാസിയാണെന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല ജനാധിപത്യത്തെ പോലും പൂർണ്ണമായും എതിർക്കുന്ന സിദ്ധാന്തങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലുള്ളത്. അതുകൊണ്ട് തന്നെ വി.എസ്. അച്യുതാനന്ദൻ ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഈ വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി ജയൻ രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വോളിലൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. അത് ക്യൂബയെക്കുറിച്ചാണ്, കമ്മ്യൂണിസ്റ്റ് ക്യൂബയെക്കുറിച്ച്. ആ പോസ്റ്റ് ഞാൻ നിങ്ങൾക്കായി ഒന്ന് വായിക്കാം. ഞാനിപ്പോൾ പ്രധാനമായും ജോലി ചെയ്യുന്നത് അമേരിക്കയിലെ ഫ്ലോറിഡ എന്ന സംസ്ഥാനം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയാണ്. ക്യൂബയിൽ നിന്നും 200 കിലോമീറ്റർ പോലും ഫ്ലോറിഡയിലേക്ക് ദൂരമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യൂബക്കാർ അവിടേക്ക് രക്ഷപ്പെട്ടു വന്ന് താമസിക്കുന്നു. അങ്ങനെ എൻ്റെ കൂടെയും അവരിൽ ചിലർ ജോലി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ എൻ്റെ ഒരു സഹപ്രവർത്തകൻ തങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ ക്യൂബക്കാർ അവനെ തല്ലിയില്ല എന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്നല്ലേ? ഒരു ഉദാഹരണം പറയാം. ക്യൂബ ഒരു ദ്വീപാണല്ലോ.
അവിടെ മൊത്തം പട്ടിണിയും പരിവട്ടവുമാണ് എന്നുള്ളത് ഇവിടെയുള്ള ഇടതന്മാർ അംഗീകരിക്കില്ല എങ്കിലും സത്യമാണ് എന്നുള്ളതും നമുക്കറിയാം. ആ പട്ടിണി മാറ്റാനായി ഒരു ക്യൂബക്കാരന് കടലിലോ പുഴയിലോ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോലും സാധിക്കില്ല. അത് നിയമവിരുദ്ധമാണ്. മീൻ പിടിക്കാൻ സർക്കാരിൻ്റെ വക ലൈസൻസ് വേണം. തീർച്ചയായും ബോട്ടിൽ പോയി വല വീശി മീൻ പിടിക്കുന്നത് മാത്രമേ പോലീസ് തടയുകയുള്ളൂ. പ്രായോഗികമായി അതേ സാധിക്കുകയുള്ളൂ. ഒരാളുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും ചൂണ്ടയിട്ട് മീൻ പിടിച്ചാൽ പോലീസ് എങ്ങനെ അറിയാനാണ്? അതുകൊണ്ട് പലരും അങ്ങനെ പട്ടിണി മാറ്റുന്നുണ്ട്. പക്ഷേ അത് അധികാരികളുടെ കണ്ണിൽ പെടാതെ വേണം. പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ മീനും ചൂണ്ടയും എല്ലാം പോലീസ് കൊണ്ടുപോകും. ആലോചിച്ച് നോക്കൂ, തങ്ങളുടെ വീടിനടുത്തെ തോട്ടിൽ ചൂണ്ടയിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു രാജ്യത്തെക്കുറിച്ച് ഇവിടെയുള്ള ഇടത് ഇഡിയറ്റുകൾ പറയുന്ന സ്വർഗതുല്യമായ നാട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയി രക്ഷപ്പെടാമെന്ന് വെച്ചാലോ ക്യൂബൻ സർക്കാർ അതിനും സമ്മതിക്കില്ല. ഈ സുഖം മരണം വരെ അനുഭവിച്ചേ അടങ്ങും. ഇനി എങ്ങാനും ആരെങ്കിലും സർക്കാരിനെ എതിർത്ത് അഭിപ്രായം പറഞ്ഞാലോ? ജയിലിന് ഉള്ളിലെ ജീവിതവുമായി വലിയ വ്യത്യാസമില്ലെങ്കിലും പറഞ്ഞവർ പിന്നെ പുറം ലോകം കാണുകയുമില്ല. കറ കളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ ഇക്കാലത്തും എന്തോ വലിയ ഗുണമായി പറയുന്നത് കേട്ടപ്പോൾ കുറിച്ചു പോയതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ കറ കളഞ്ഞ കമ്മ്യൂണിസം ഒക്കെ നടപ്പിലാക്കിയാൽ ഹിറ്റ്ലറാണോ സ്റ്റാലിനാണോ ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരി എന്നൊരു ചോദ്യം വരും. ഒരു പക്ഷേ സ്റ്റാലിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ. കറ കളഞ്ഞ കമ്മ്യൂണിസം എന്നാൽ സർക്കാർ വകയിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു തുറന്ന ജയിലാണെന്നാണ് അർത്ഥം. നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കീഴിൽ ഇതുവരെയും ജീവിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരുടെ അധികാരം പിടിച്ചു നൽകാനൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ വന്നതുകൊണ്ട് കമ്മ്യൂണിസം നല്ലതാണ് എന്നൊരർത്ഥമില്ല. അടിസ്ഥാനപരമായി കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തം ഒരു തരത്തിലും മാനവരാശിക്ക് ഉപയോഗം ചെയ്തിട്ടില്ല. പക്ഷേ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെയും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനുമൊക്കെ നല്ല മനസ്സുള്ള ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർ എന്ന ലേബലിൽ വന്നതുകൊണ്ട് മാത്രം നിങ്ങൾ അതാണ് കമ്മ്യൂണിസം എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ തൊഴിലാളികളുടെ ജീവിതത്തിനും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്. എന്തായാലും കറ കളഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയുന്നവർ ഇനിയെങ്കിലും ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട്.